നമസ്കാരം. ഇന്ന് മാർച്ച് 15. ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം മാർച്ച് 15 ഇന്നാണ് മീനമാസം 1-ാം തീയതി. കൂടാതെ മറ്റൊരു പ്രത്യേകതയുണ്ട്, ഇന്ന് ഏകാദശി കൂടിയാണ്. അതിനാൽ രണ്ട് വിശേഷപ്പെട്ടതായ കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. ഇന്ന് പവിത്രമായ ഏകാദശി അഥവാ ഒരു പുണ്യ ദിവസം കൂടിയാകുന്നു. കൂടാതെ ഞായറാഴ്ചയുമാണ്. മീനം 1 എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ പ്രധാനമായും നാം വീടുകളിൽ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുമായിട്ടുണ്ട്. അതേക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം നമോ നാരായണായ എന്ന് കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ഇന്നേ ദിവസം തീർച്ചയായും വീടുകളിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ ചിലത് ആദ്യമേ പരാമർശിക്കാം. ഇന്നേ ദിവസം അതിരാവിലെ തന്നെ ഉണരുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിരാവിലെ തന്നെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയോടെ തന്നെ വിളക്ക് തെളിയിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. ഇന്നേ ദിവസം സൂര്യമന്ത്രങ്ങൾ, ദേവീ മന്ത്രങ്ങൾ, അതേപോലെ തന്നെ സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ഉത്തമം തന്നെയാണ്. ഇന്നേ ദിവസം സൂര്യാരാധനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഞായറാഴ്ച ആയതിനാൽ തന്നെ ഭഗവാന് വിശേഷപ്പെട്ട ദിവസമാകുന്നു. അതിനാൽ ഇന്നേ ദിവസം അതിരാവിലെ കുളിച്ചതിന് ശേഷം ശുദ്ധിയായി സൂര്യഭഗവാന് അർഘ്യം അഥവാ ജലം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുവരും. ഇന്നേ ദിവസം നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഇന്ന് അത്രമേൽ വിശേഷപ്പെട്ട ഒരു ദിവസമായതിനാൽ തന്നെ ഇന്നേ ദിവസം നിങ്ങൾ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ശുഭം. നെയ്വിളക്ക് തെളിയിക്കുമ്പോൾ അത് 5 തിരിയിട്ട നെയ്വിളക്ക് തെളിയിക്കുന്നത് കൂടുതൽ ഐശ്വര്യദായകമാണ്. 5 തിരിയിട്ട വിളക്ക് തന്നെ തെളിയിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. മനഃശാന്തി ജീവിതത്തിൽ വന്ന് ചേരുന്നതിനും അനാവശ്യമായ ചിന്തകൾ, ദേഷ്യം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കി ശാന്തമായ മനസ്സോടെ ഇന്നേ ദിവസം ഭഗവത് നാമങ്ങൾ ജപിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. ഇന്നേ ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങളെ കുറിച്ച് വീഡിയോയിൽ പിന്നീട് പരാമർശിക്കാം. ഇന്നേ ദിവസം തീർച്ചയായും ക്ഷേത്ര ദർശനത്തിനും വഴിപാടുകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്നേ ദിവസം ഈ വഴിപാടുകൾ നിങ്ങൾ നടത്തുന്നത് അത് നിങ്ങൾക്ക് ഈ മാസം അനുകൂലമാകുന്നതിനും ഏറ്റവും ഉത്തമമാണ്. ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മീനമാസ പിറവിയിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നത് വിശേഷമായി കണക്കാക്കുന്നു. ഇന്നേ ദിവസം പ്രത്യേകിച്ചും പാൽപ്പായസം ഭഗവാന് വഴിപാടായി സമർപ്പിക്കുന്നത് അതിവിശേഷം തന്നെയാണ്. സാധിക്കുന്നില്ല എങ്കിൽ ഭഗവാന് ധാരയോ അതേപോലെ തന്നെ കൂവളമാലയോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് സമർപ്പിക്കുന്നതും പിൻവിളക്ക് നടത്തി പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് ശുഭകരമായി തീരും. ഇന്ന് ഏകാദശി കൂടി ആയതിനാൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സന്ധ്യാസമയത്താണ് എങ്കിലും തീർച്ചയായും, രാത്രിയിലാണ് എങ്കിലും തീർച്ചയായും നിങ്ങൾ ഇന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് നെയ്വിളക്കും തുളസിമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നത് അതിവിശേഷപ്പെട്ടതായ കാര്യം തന്നെയാണ്. അതിനാൽ തീർച്ചയായും ഏവരും ഇന്നേ ദിവസം ഈ ഒരു വഴിപാട് നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം ദർശനം നടത്തേണ്ടതായ മറ്റൊരു ക്ഷേത്രം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി അഥവാ മുരുക ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് ഏറ്റവും ഉത്തമമായ ഒരു വഴിപാട് തന്നെയാണ്.
തീർച്ചയായും ഈ മാസം അനുകൂലമായി തീരുവാനും സഹായകരമായി തീരും. നാഗദൈവങ്ങളെ ഇന്നേ ദിവസം ആരാധിക്കുന്നതും നാഗദൈവങ്ങൾക്ക് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും കുടുംബത്തിൽ ഐശ്വര്യങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും. അതിവേഗം ധനസമൃദ്ധി ഉണ്ടായി എന്ന് വരും. ഇന്നേ ദിവസം സാധിച്ചില്ല എങ്കിൽ അടുത്ത ദിവസങ്ങളിലാണ് എങ്കിലും തീർച്ചയായും ഈ വഴിപാട് നിങ്ങൾക്ക് നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും. ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതും അനിവാര്യം തന്നെയാണ്. ദേവി ക്ഷേത്രത്തിൽ, അതായത് അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്വിളക്കും രക്തപുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കുന്നത് അതീവ ശുഭകരമായ കാര്യമാണ്. ഇന്നേ ദിവസം സാധിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിലാണ് എങ്കിലും തീർച്ചയായും നിങ്ങൾ ഈ വഴിപാട് നടത്തി പ്രാർത്ഥിക്കണം. ഇന്നേ ദിവസം ഏകാദശി ആയതിനാൽ തന്നെ ഏകാദശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. അതായത് ഏകാദശി വ്രതം നോൽക്കുന്നവരാണ് എങ്കിൽ ഇന്നേ ദിവസം അരിയാഹാരം നിങ്ങൾ ഒഴിവാക്കണം. ഉള്ളി, ഉഴുന്ന് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതും അനിവാര്യമാണ്. ഏകാദശി ദിനത്തിൽ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന തീർത്ഥം നിങ്ങൾ സേവിക്കുന്നത് ശുഭകരമല്ല, അല്ലെങ്കിൽ പാടില്ല എന്ന് പറയാം. ഏകാദശി ദിവസവും പിറ്റേ ദിവസവും, അതായത് ദ്വാദശി ദിവസവും പകലുറക്കം കർശനമായി തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അത് പൂർണ്ണ ഫലസിദ്ധിക്ക് ഉത്തമമായി തീരും. കൂടാതെ നിങ്ങൾ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഭഗവാനെ ആരാധിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പോലെ തന്നെ ഇന്നേ ദിവസം നാമം ജപിക്കുന്നതിനും പ്രാധാന്യമുണ്ട്. നാമം ജപിച്ച് തന്നെ മുന്നോട്ട് പോകണം. അടുത്ത ദിവസം, അതായത് പിറ്റേ ദിവസത്തെ ചടങ്ങ് എന്ന് പറയുന്നത് പാരണ വീടലാണ്. പിറ്റേ ദിവസം നിങ്ങൾ അതിരാവിലെ ഉണർന്ന് ക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം സേവിച്ച് നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കുവാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം. പാരണ വീട്ടിയ ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ശുഭസൂചകമായി തന്നെ നിങ്ങൾ കല്ലുപ്പ്, പഞ്ചസാര, പാൽ, പഴങ്ങൾ എന്നിവ വീടുകളിൽ കൊണ്ടുവരുന്നത് കുടുംബ ഐശ്വര്യത്തിനും ലക്ഷ്മി കടാക്ഷം നിറയുന്നതിനും സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം പുതിയൊരു മാസത്തിന്റെ ആരംഭമായതിനാൽ കൂടി ഇന്നേ ദിവസം ചില മന്ത്രങ്ങൾ ജപിക്കുന്നതും വിശേഷമാണ്. ആ മന്ത്രജപങ്ങളെ കുറിച്ച് ഇന്നേ ദിവസം മനസ്സിലാക്കാം. ഇന്നേ ദിവസം ഈ മന്ത്രം അതിരാവിലെ ജപിക്കാം. സാധിക്കുന്നില്ല എങ്കിൽ സന്ധ്യാവേളയിലോ അതല്ല രാത്രിയിലാണ് എങ്കിലും ഇന്നേ ദിവസം നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാം. മന്ത്രങ്ങൾ ഇപ്രകാരമാകുന്നു. അതിൽ ആദ്യത്തേതായ മന്ത്രം സൂര്യഭഗവാനുമായി ബന്ധപ്പെട്ട മന്ത്രമാണ്. ഈ മന്ത്രം അതിരാവിലെ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം, അല്ലെങ്കിൽ പകൽ സമയം ജപിക്കുന്നത് കൂടുതൽ ഉത്തമമായി തീരും. മന്ത്രം ഇപ്രകാരമാണ്. സൂര്യദേവന്റെ മൂലമന്ത്രമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഓം ഹ്രാം ഹ്രീം സ രവയേ നമഃ. ഓം ഹ്രാം ഹ്രീം സ രവയേ നമഃ. ഓം ഹ്രാം ഹ്രീം സ രവയേ നമഃ. ഈ നാമം ഇന്നേ ദിവസം നിങ്ങൾക്ക് 108 ജപിക്കാം. സാധിക്കുന്നില്ല എങ്കിൽ 21 തവണയാണ് എങ്കിലും ജപിക്കാം. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് ഓം നമോ നാരായണായ എന്ന നാമം എത്ര തന്നെ ജപിക്കുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ ഇന്നേ ദിവസം നിങ്ങൾക്ക് ജപിക്കാം. ഇന്നേ ദിവസം ഓം നമോ നാരായണായ എന്ന മന്ത്രം തീർച്ചയായും നിങ്ങൾ ജപിക്കണം. ഓം ക്ലീം കൃഷ്ണായ നമ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ നാമം മൂലമന്ത്രമായി കണക്കാക്കുന്ന ഈ മന്ത്രവും നിങ്ങൾക്ക് ജപിക്കാം. ഓം ക്ലീം കൃഷ്ണായ നമ എന്ന് 108 ജപിക്കുന്നതും ഉത്തമമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ നമ എന്ന നാമവും നിങ്ങൾക്ക് ജപിക്കാം. ഇത്തരത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ നാമങ്ങൾ ജപിക്കുന്നത് കൂടുതൽ ഐശ്വര്യം നൽകും. കാരണം ഏകാദശി കൂടി ആയതിനാൽ ഇരട്ടി ഫലമാണ് ഈ മന്ത്രജപം നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. തീർച്ചയായും ഈ മന്ത്രം ഇന്നേ ദിവസം ഏവരും ജപിക്കണം. സുബ്രഹ്മണ്യ സ്വാമിക്ക് വിശേഷപ്പെട്ട ദിവസമായതിനാൽ കൂടി തന്നെ ഇന്നേ ദിവസം ഓം മജദ്ഭുവേ നമ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രം ജപിക്കുന്നതും സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും.
കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ നാഗദൈവങ്ങളെ ആരാധിക്കുന്നതും ഉത്തമമാണ്. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പോലെ തന്നെ ഇന്നേ ദിവസം നിങ്ങൾ വിളക്ക് തെളിയിച്ചോ അല്ലെങ്കിൽ ദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടോ ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം. മന്ത്രം ഇപ്രകാരമാണ്: കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്ന അതിവിശേഷപ്പെട്ടതായ ഈ നാമം നിങ്ങൾ ജപിക്കുന്നതിലൂടെ ഈ മാസം കാര്യസാധ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സർവ ഐശ്വര്യങ്ങൾ തന്നെ കൊണ്ടുവരുവാനും കാര്യ തടസ്സങ്ങൾ കൂടാതെ കാര്യങ്ങൾ അനുകൂലമായി തീരുവാനും നിങ്ങൾക്ക് ഈ മന്ത്രജപം സഹായകരമായി തീരും. കൂടാതെ ഇന്നേ ദിവസം ഓം നമഃശിവായ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ നാമം ജപിക്കുന്നതും സർവ ഐശ്വര്യങ്ങൾ കൊണ്ടുവരും. പ്രത്യേകിച്ചും ഇന്നേ ദിവസം അടുത്തുള്ള ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതുമാണ്. അതിനാൽ ഈ ഒരു കാര്യത്തിനും നിങ്ങൾ പ്രാധാന്യം നൽകണം. ഇന്നേ ദിവസം ഈ മന്ത്രജപങ്ങൾ നടത്തുന്നതോടൊപ്പം മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ കൂടി നിങ്ങൾ തീർച്ചയായും പ്രവർത്തിക്കുക. ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിക്കാം. കൂടാതെ ഇന്നേ ദിവസമല്ലാതെ മുൻപത്തെ ദിവസങ്ങളിൽ പറിച്ചു വച്ചിരിക്കുന്ന തുളസി ഉണ്ട് എങ്കിൽ ആ തുളസി ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. എന്നാൽ ഇന്നേ ദിവസം ഏകാദശി ആയതിനാൽ തുളസിക്ക് ജലം സമർപ്പിക്കുകയോ തുളസിയിൽ നിന്നും ഇല അഥവാ തുളസി ഇല ഇറുക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. കൂടാതെ ഇന്നേ ദിവസം ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും മധുരപലഹാരങ്ങൾ, പാൽപ്പായസം പോലുള്ള കാര്യങ്ങൾ, ഫലവർഗ്ഗങ്ങൾ എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ഇത് പകൽ സമയങ്ങളിലാണ് എങ്കിലും അതല്ല രാത്രിയിലാണ് കേൾക്കുന്നത് എങ്കിൽ സന്ധ്യാസമയത്താണ് എങ്കിലും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. തീർച്ചയായും ഏവർക്കും ഈ മാസം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.